ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ ഹൃദയഭൂമിയിൽ നിന്ന് കാണുന്നത്. കാരണം ഇവിടെ നമുക്ക് കാണാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം കണ്ട ഒരുപാട് മുഖങ്ങളെ നമുക്ക് ഇപ്പോൾ വീണ്ടും ഇവിടെ കാണാൻ സാധിക്കുകയാണ്. ഇവരെല്ലാവരും പല ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒരുമിച്ച് ഒരു കുടക്കീഴിൽ താമസിച്ച, പരസ്പരം ദിവസവും കളിച്ചിരികൾ വർത്തമാനങ്ങൾ പറഞ്ഞ 1000 കുടുംബങ്ങളാണ്. അവർ വീണ്ടും ഇന്ന് ഒത്തുകൂടുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു ദിവസമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിവൈകാരികമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപക്ഷെ ഹൃദയഭൂമി എന്നാണ് ഈ നാടിന് നൽകിയിട്ടുള്ള പേര്. ആ പേര് അനുവർത്തമാക്കും വിധം അത്രയേറെ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധം അതിവൈകാരികമായിട്ടുള്ള കാഴ്ചകൾ. കാരണം ഒരു വീട്ടിലെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ മക്കളും സഹോദരങ്ങളും അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരെയാണ് നമുക്ക് ഈ ഹൃദയഭൂമിയിൽ കാണാൻ സാധിക്കുക. പലരും ഉറക്കെ നിലവിളിക്കുന്നുണ്ട്, ഉറക്കെ കരയുന്നുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളത്രയും അവർ തിന്ന തീ അല്ലെങ്കിൽ അവർ ഈ ദിവസങ്ങളിൽ കൊണ്ട് നടന്ന വേദന, ആ വേദനയുടെ ഭാരം അവരിവിടെ ഇറക്കി വെക്കുകയാണ്. കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവർക്കൊപ്പം ഇവിടെ ഈ മണ്ണിനടിയിൽ നിദ്രയിൽ ആഴ്ന്ന ആളുകളൊന്നും തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. അതിൽ ചെറിയ കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, ഗർഭിണികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ ഒരുപാട് പേരുടെ ഓർമ്മകളാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അതിൽ ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും നിരവധി പേരെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരുപാട് ബന്ധുക്കളുണ്ട്. അവർ ഇപ്പോഴും ആരാണ്, അവരെവിടെയാണ് എന്നതുപോലും അറിയാതെ ഇപ്പോഴും അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരു ചെറിയ മോള് അവള് വന്ന ആ സമയം മുതൽ ഇതുവരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ബന്ധുക്കൾ, അവളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരായിട്ടുള്ള 3 പേരെയാണ് അവള് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും വൈകാരികമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിറകണ്ണുകളോടല്ലാതെ ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് SKN. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും അവരുടെ ബന്ധുക്കളുടെ, പ്രിയപ്പെട്ടവരുടെ ഈ കല്ലറകളിൽ പുഷ്പാർച്ചന നടത്തുകയാണ്.